ഹായ്, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. ഇന്ന് സൺഡേ ഉച്ചയ്ക്കൊരു 10:45 ആയി. ഞാനിപ്പം നമ്മുടെ ഒരു ചെറിയ പച്ചക്കറി ഷോപ്പിങ്ങിനൊക്കെ പച്ചക്കറി ഗ്രോസറി അങ്ങനെയുള്ള ഒരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇന്ന് ആക്ച്വലി ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പുറത്തുനിന്ന് മേടിക്കുകയായിരുന്നു. ഇന്നലത്തെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, സാറ്റർഡേ വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അതിനകത്ത് ഞാൻ പറയുന്നുണ്ട് ഞങ്ങൾ ഭയങ്കര വെയിലൊക്കെ കൊണ്ട് ഞങ്ങൾ വല്ലാതെ വന്ന് പിന്നെ അത് കഴിഞ്ഞ് രാത്രിയിലത്തെ ഫുഡൊക്കെ ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞില്ലായിരുന്നു ഭയങ്കര ഒരു വെയിൽ ഭയങ്കര ഇതായിട്ട്. അതുകൊണ്ട് ഇന്ന് രാവിലെ എണീറ്റപ്പോൾ എനിക്കറിയത്തില്ല, എനിക്ക് ഈ മൂക്കിൻ്റെ ഇവിടം വേദന എടുക്കുന്നു, ഈ ഭാഗമൊക്കെ വേദന എടുക്കുന്നു, കണ്ണിൻ്റെ ഇവിടം എല്ലാം ഒരുമാതിരി ഒരു സുഖമില്ലാതെ എണീറ്റ്. എനിക്ക് ഈ ഒരു സമയം ഫെബ്രുവരി മാർച്ച് ഇവിടെ ബാംഗ്ലൂർ വന്നതിന് ശേഷം ഫെബ്രുവരി മാർച്ച് ടൈമിൽ എൻ്റെ മൂക്ക് പൊട്ടിയിട്ട് ചെറുതായിട്ട് ബ്ലഡ് വരും. അത് ഈ ഒരു സമയത്ത് ക്ലൈമറ്റ് ഈ തണുപ്പൊക്കെ മാറിയിട്ട് ചൂടങ്ങോട്ട് തുടങ്ങി കുറച്ചങ്ങോട്ട് കഴിയുമ്പം ചെറുതായിട്ട് ബ്ലഡിൻ്റെ ഒരു ഇത് വരും. അതാ ഒരു ഫെബ്രുവരി മാർച്ചൊക്കെ കഴിയുമ്പോൾ അങ്ങ് മാറും. ഞാനിതൊരു ഡോക്ടറൊന്നും കണ്ടിട്ടില്ല. ഇവിടെ ഒരു മൂക്കിൻ്റെ അകം പൊട്ടും, വേദന എടുക്കും എനിക്കിങ്ങനെ. ഇന്നലെ രാത്രി ഒക്കെ എനിക്ക് ഈ മൂക്കിൻ്റെ ഇവിടെ ഇങ്ങനെ വേദനയായിരുന്നു. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, അങ്ങനെ ഒരു ഇത് വരും. പിന്നെ അങ്ങ് അറിയാം ഈ ഒരു കുറച്ച് കഴിയുമ്പോൾ ഒരു മാർച്ച് കുറച്ച് കഴിയുമ്പോഴത്തേനും അതങ്ങ് മാറും. പിന്നെ എല്ലാ വർഷവും ഈ ഒരു ഫെബ്രുവരി മാർച്ച് ടൈമിലാണ് ഇത് ഉണ്ടാകുന്നത്. പിന്നെന്താണ്, അങ്ങനെ ആയതുകൊണ്ട് ചെറിയൊരു സുഖമില്ലായിരുന്നു രാവിലെ ഫുൾ. പിന്നെന്താണ്, അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഫിൽറ്റർ കോഫിയിൽ നിന്ന് ഓർഡർ ചെയ്ത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ അരി ഉഴുന്നും എല്ലാം അരച്ചു വെച്ചു. ഇന്നലെ രാത്രി ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, റാഗി അരച്ചു വെച്ചു. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ആക്ച്വലി ഇന്നലത്തെ ചിക്കൻ കറി ഇരിപ്പുണ്ട്. നല്ല ചിക്കൻ കറി ആയിരുന്നു. ഞാൻ കുറേ നാളായി ആ ഒരു ചിക്കൻ കറി ആ ഒരു രീതി വെച്ചിട്ട് കുറേ നാളെ എപ്പോഴും ഇങ്ങനെ മാറ്റി ശ്രീഹരി ചില സമയത്ത് ചില്ലി ചിക്കൻ വേണം, ചില സമയത്ത് ചിക്കൻ ഫ്രൈ മതി, അല്ലെങ്കിൽ വേറെ മറ്റേ രീതി വെക്കുക, ആ രീതി വെക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് ഈ ഒരു ബേസിക് രീതിയിൽ നിന്ന് അങ്ങ് മാറ്റിക്കും, ഗ്രില്ല് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ്. ഞാൻ കുറേ നാളായി അങ്ങനെ ഒരു സാധാരണ നോർമൽ നല്ലൊരു ചിക്കൻ കറി വെച്ചിട്ട്. അങ്ങനെ ഞാൻ ഇന്നലെ അത് വെച്ചു. അങ്ങനെ കുറേ നാളായിട്ട് അങ്ങനെ ഒരു ചിക്കൻ കറി കൂട്ടിയപ്പോഴത്തേന് എനിക്ക് ഭയങ്കര ടേസ്റ്റ് തോന്നിച്ചു. അപ്പം അതിരിപ്പുണ്ട്. അപ്പം പക്ഷേ അത് ഇന്ന് ഉച്ചയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞു, നാളെ രാത്രി എടുക്കാമെന്ന്. ഞാൻ വിചാരിച്ചു രാത്രി മതി. ഞങ്ങൾ ചിലപ്പം വൈകുന്നേരം എങ്ങാനും പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ വന്നു കഴിഞ്ഞ് വേഗം ചപ്പാത്തി അങ്ങ് ഇതാക്കിയിട്ട് ചിക്കനും ഉണ്ടാക്കിയാൽ മതിയല്ലോ. പിന്നെ അപ്പം ഇന്ന് ഉച്ചയ്ക്ക് വെജിറ്റേറിയൻ ആണ്. ചീരയില അരിഞ്ഞത് ഇരിപ്പുണ്ട്. അത് ഞാൻ ഇനി പോയിട്ട് വന്നിട്ട് 12 മണി കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഇവിടെ പുറത്ത് എന്തൊക്കെയോ ബഹളം കേൾക്കുന്നുണ്ട്. സമരത്തിന് പോകുന്നു. ഒരു മിനിറ്റ്. എന്തൊക്കെയോ പുറത്ത് ഭയങ്കര ബഹളം, റോഡിൽ കൂടെ അറിയത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു ഇന്ന് ചീരയെല്ലാം അരിഞ്ഞിരിപ്പുണ്ട്, അതുകൊണ്ട് തോരനും ആക്കും. തൈര് കുറച്ചിരിപ്പുണ്ട്, അതങ്ങ് മോരാക്കി മോര് കാച്ചിയതും ആക്കും. അതിത്ര ഇരിപ്പുള്ളൂ ആക്ച്വലി സംഗതികൾ. ഇനി ഞാൻ പോയി വാങ്ങിക്കണം പച്ചക്കറി. പിന്നെ ഞാനിപ്പോൾ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചു കറ വാങ്ങിക്കാൻ. പടത്തിക്കായാണ്, അതങ്ങ് മെഴുക്കുവരട്ടിയാക്കും. പിന്നെ അത്രേ ഉള്ളൂ. പിന്നെ അച്ചാർ വേണമെങ്കിൽ എടുക്കും. ഉച്ചയ്ക്ക് അങ്ങനെ അങ്ങ് ആക്കും. വൈകിട്ട് വന്നിട്ട് ആ ചിക്കൻ കറിയും ചപ്പാത്തിയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു പ്ലാന്. അപ്പോൾ ഇപ്പം നമുക്ക് പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകാം.
അപ്പോൾ നമ്മൾ തിരിച്ചു വന്നു, സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, ഞാനെല്ലാം ഫ്രിഡ്ജിനകത്ത് കയറ്റി. 12:15 ആയി ഇപ്പം സമയം. ഇനി വേഗം എല്ലാം കുക്ക് ചെയ്ത് മാറ്റണം. അതാണ് ഒരു എന്താ പറയുന്ന ജോലി. എല്ലാം അരിഞ്ഞു വെച്ചിരിക്കുക, ഇനി എല്ലാം കുക്ക് ചെയ്താൽ മാത്രം മതി. തേങ്ങാ തിരുമ്മതിരിപ്പോണ്ട് തോരനും മോര് കാച്ചിയതും കാമെഴുക്കുവരട്ടി. ഇപ്പം എനിക്ക് ചുമന്ന ചീര കിട്ടുന്നുണ്ട്. ഇതൊന്നും ഇപ്പം സീസണാണോ എന്താണെന്നില്ല. ഇപ്പം ഇത് ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചത് കഴിഞ്ഞ ആഴ്ചത്തെ ചുമന്ന ചീര നല്ല ചുമന്ന ചീരയായിരുന്നു. അവയിൽ വെച്ചിട്ടൊക്കെ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു എന്നറിയോ, നല്ല ചുമന്ന ചീരയാണ്. പക്ഷെ ഇതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ടൊരു സുഖം തോന്നുന്നില്ല. തണ്ടൊക്കെ ഇച്ചിരി മൂത്താണോ എന്നൊരു ഡൗട്ടുണ്ട്. അത്രയ്ക്കൊരു എന്താ പറയുന്ന അതുപോലൊരു നല്ലതല്ല. എന്നാലും കണ്ടപ്പം വാങ്ങിച്ചു. വളരെ കുറവാണ് ചുമന്ന ചീര ഇവിടെ നല്ലത് കിട്ടാനായിട്ട്. എപ്പോഴും പച്ചച്ചീരയാണ് കിട്ടുന്നത്. ഇപ്പം എൻ്റെ കയ്യിൽ ഞാൻ അരിഞ്ഞിങ്ങനെ വെച്ചിരിക്കുന്നതും പച്ചച്ചീരയാണ്. ഇത് നമുക്ക് വേഗം തന്നെ തോരനാക്കാം. അപ്പം ഞാൻ നമ്മുടെ കായൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ മെഴുക്കുവരട്ടി വെക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ കായും പിന്നെന്താ പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. അത്രയും ചേർത്തിട്ടങ്ങ് വേവിക്കുക. പിന്നെ അരി ഞാൻ അടുപ്പത്തിട്ടു. പിന്നെ എന്താ പറയുന്നത്, കായും വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു, മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ടുള്ള. ഞാൻ ഈ ഒരു പാത്രത്തിൽ തന്നെ മോര് കാച്ചിയിട്ട് അങ്ങ് ചീരത്തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ പാത്രം കുറച്ചെടുത്താൽ മതിയല്ലോ. മോര് കാച്ചുമ്പോൾ ഒരിക്കലും ഇത് തിളച്ചു പോകല്ല, പിരിഞ്ഞു പോകല്ല. ജസ്റ്റ് ഈ മോരൊന്ന് ചൂടാവുകയേ ചെയ്യാവുള്ളൂ. പിന്നെ ഇളക്കിക്കൊണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഈ മോരൊന്ന് നമ്മുടെ ഈ ചെറുവിരൽ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് നോക്കുമ്പോഴത്തേനും മോരൊന്ന് ചൂടാണ്. ഇപ്പം ചൂടായിട്ടില്ല. ആ ഒരു ചൂടാകുന്ന ഇത് വെച്ചങ്ങ് നിർത്തണം. അല്ലാതെ ഇങ്ങനെ തിളച്ച് മറിഞ്ഞിങ്ങനെ വെള്ളവും എന്താ പറയുക അതിനകത്തെ ആ ഒരു സോളിഡ് കണ്ടന്റ് ഇല്ലല്ലേ മോരില്ലേ, അതും കൂടെ വെവ്വേറെ ആയിപ്പോവും തിളച്ച് കഴിഞ്ഞാൽ. നിങ്ങൾക്ക് ഇതിനകത്ത് എരിവൊക്കെ ചേർക്കാം. ഞാൻ ഈ മോര് ഇങ്ങനെ പുളിശ്ശേരി വെക്കുമ്പോൾ അല്ല, കഷ്ണമായിട്ടുള്ള പുളിശ്ശേരി അല്ല, ഇങ്ങനത്തെ പുളിശ്ശേരി വെക്കുമ്പം ഞാൻ എരിവ് ചേർക്കത്തില്ല. ഒന്നും എരിവിന് വേണ്ടിയിട്ടൊന്നും ചേർക്കത്തില്ല. ഇത്ര ജീരകവും ഉലുവയും, കടുക്, ജീരകം, ഉലുവ, മുളക്, കറിവേപ്പില ഇത്രയിട്ട് കടുക് വറുത്ത് മഞ്ഞൾപ്പൊടിയും ചേർക്കും. വേണമെങ്കിൽ ഉലുവ ഞാൻ മൂപ്പിക്കുന്നത് കൊണ്ട് ഉലുവാപ്പൊടി ചേർക്കത്തില്ല. എൻ്റെ അമ്മയ്ക്ക് ഇതിനകത്ത് ശകലം ലാസ്റ്റ് ഇപ്പം മഞ്ഞപ്പൊടിയുടെ കൂടത്ത് ശകലം ഉലുവാപ്പൊടി, ശകലം ജീരകപ്പൊടിയൊക്കെ ചേർക്കുമായിരുന്നു. ഞാൻ പക്ഷെ ഇത് ഇട്ട് മൂപ്പിക്കുമ്പം ഞാൻ അങ്ങനെ ചേർക്കാറില്ല. ഇങ്ങനെ അങ്ങ് എടുക്കും. ഇതിപ്പോ ഇങ്ങനെ ഡിപ്പ് ചെയ്തപ്പം ചൂടുണ്ട. അപ്പൊ ഇത് ഇനിയിപ്പോ മാറ്റി നമുക്ക് പാത്രത്തിനകത്താക്കി വെക്കാം. ഞാനപ്പം കാമെഴുക്കുവരട്ടിക്കകത്ത് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ച് വെള്ളം കുറച്ചൊന്ന് വറ്റിയപ്പോഴത്തേക്കിനും അപ്പൊ ഞാനിവിടെ എല്ലാ കാര്യങ്ങളും ഏകദേശമൊക്കെ ആയി.
ഒരു കാച്ചതായി ചീരിപ്പം ആകും. ഒരു 5-8 മിനിറ്റിനുള്ളിലാവും. ഇപ്പം ഏകദേശം സമയം 12:45. കായ്ക്കാതെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചത് ഇങ്ങനെ മൂപ്പിക്കാൻ വേണ്ടി വെച്ച് മെഴുക്കുവരട്ടിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഊണ് ഇങ്ങനൊരു തട്ടിക്കൂട്ടൊന്നുമല്ല, വെജിറ്റേറിയൻ മാത്രമേ ഉള്ളതേ ഉള്ളൂ. ഊണ് ഇങ്ങനെയൊക്കെയായി. ഇന്ന് ഉച്ച കഴിഞ്ഞ് ഞങ്ങളൊന്ന് പുറത്തു പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ചോറൊക്കെ ഉണ്ടതിന് ശേഷം അപ്പോൾ കാണാം. അപ്പം ഞങ്ങളൊന്ന് ബാലഭവൻ വരെ പോകാമെന്ന് വിചാരിച്ചാണ് ഇറങ്ങുന്നത്. എൻ്റെ കണ്ണും മൂക്കും കൂടെ എന്തൊരു മൂക്കൊലിപ്പും. കണ്ണിനകത്തുനിന്നും വെള്ളം വരുന്നു, മൂക്കിനകത്തുനിന്നും വെള്ളം വരുന്നു. ചുമ്മാ അങ്ങ് ഒലിച്ചുകൊണ്ടിരിക്കുക. ഇന്നലെ ആ വെയിൽ കൊണ്ടതിന് ശേഷം തുടങ്ങിയതാണ് കണ്ണും മൂക്കും ഇതുപോലെ ഒലിക്കുന്ന. ഈ ഉള്ളിയൊക്കെ അരിയുമ്പം ഒലിക്കുന്ന തൊട്ട്. അപ്പോൾ ബാലഭവൻ വരെ പോകാമെന്ന് വിചാരിച്ചു. ചുമ്മാ അവിടെ നല്ല രസമാണെന്ന് ഇങ്ങനെ കണ്ടു. കുറച്ച് നാളായിട്ട് കാണുന്നുണ്ട്. നമ്മളന്ന് ഒരു ഫിഷ് ടാങ്ക് മറ്റേ അക്വേറിയത്തിൽ പോയില്ലേ, അതിന് തൊട്ടപ്പുറത്താണ് ഈ ബാലഭവൻ. അവിടെ പോകണം എന്ന് കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നു. അപ്പം ഇന്ന് അതങ്ങ് പോയേക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെയും പ്രത്യേകിച്ച് ചുമ്മാ വലിയ പരിപാടിയൊന്നും എങ്ങും പോയൊന്നും ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് അപ്പം നമുക്ക് ബാലഭവനിൽ പോവാം. അപ്പോൾ ഞങ്ങൾ ഈ കബൺ പാർക്കിൻ്റെ ഫ്രണ്ടിലാണ് ഈ ഓട്ടോ കൊണ്ട് നിർത്തിയത്. ഞങ്ങൾക്ക് അപ്പുറത്ത് ബാൽഭവൻ, നമ്മുടെ അക്വേറിയം ആ ഭാഗത്ത് കൊണ്ട് നിർത്താൻ പറ്റുമായിരുന്നു. പക്ഷെ അങ്ങനെ അതിന് പകരം ഇവിടെ കൊണ്ട് നിർത്തി. പിന്നെ ഇനി ഇവിടുന്ന് കറങ്ങി പോകുന്നതും കുറച്ച് പാടാണ് അങ്ങോട്ടേക്ക്. അപ്പം ഇവിടുന്ന് നമുക്ക് നടന്നു പോകാം. ഈ വിധാൻ സൗധ, അക്വേറിയം, കബൺ പാർക്ക് ഇതെല്ലാം ഒരു ഇടത്ത് തന്നെയാണ്. പക്ഷേ ഇനി ഇവിടുന്ന് നടക്കാൻ ഇഷ്ടം പോലുണ്ട് ആക്ച്വലി നമ്മുടെ ബാൽഭവനിലേക്ക്. ബാൽഭവനിൽ പോകാൻ വന്ന നമ്മൾ കബൺ പാർക്കിൽ ഒന്ന് പോകേണ്ടതാ അന്നിരുന്ന് പോകേണ്ടതായിട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മൊത്തത്തിൽ അബദ്ധമായ ശ്രീനി. പൂത്ത് തുടങ്ങിയ പൂത്ത് കഴിഞ്ഞ ഇത് പൊഴിഞ്ഞു പോയ പോലെ എനിക്ക് തോന്നുന്നു. റീല് തണുപ്പ് സമയത്ത് ചുമ്മാ പഴയ റീലൊക്കെ എടുത്തിടാൻ തുടങ്ങി. നിക്ക് എന്തൊക്കെ മെസ്സേജ്. കബൺ പാർക്ക്. ഇന്ന് ബാൽഭവനിൽ പോകാൻ വന്നിട്ട് മിക്കവാറും വിധാനസൗധ ഞാൻ ബൈക്കൊന്നും എടുത്തിട്ടില്ല. കേക്കത്തില്ല അതല്ലേ. ബൈക്ക് എടുക്കാൻ മറന്നും പോവും. പിന്നെ അതിങ്ങനെ കുത്തിക്കൊണ്ട് നടക്കണ്ട. അല്ല, ഞാൻ പറയായിരുന്നു വിധാനസൗധയുടെ രാത്രി ഭംഗി ആസ്വദിച്ചിട്ട് തിരിച്ചു പോകാനാ തോന്നുന്നത് ബാൽഭവനിൽ പോകാൻ വന്നവർ. അവിടെ പോയി നിന്ന് പറ.
കണ്ടുപിടിച്ചു. മര്യാദക്ക് ഇവിടെ കൊണ്ട് നിർത്തിയ ഈ ഒരു കുഴപ്പമില്ല. അവിടെയുണ്ട്. ആ അതിൻ്റെ ഫ്രണ്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ അക്വേറിയത്തിൽ പോകാൻ വേണ്ടിയിട്ട്. കബൺ പാർക്ക് നല്ല പേരയ്ക്കാം. ഇതാണോ? ഇതൊരു 5:30 വരെ വെച്ചിരുന്നെങ്കിൽ ഒരു വല്ലാത്ത. ഇത് ഇന്ത്യ സെക്കൻഡ് ലാർജസ്റ്റ് അല്ല, ഏഷ്യ സെക്കൻഡ് ലാർജസ്റ്റ് അക്വേറിയം അല്ലേ? ഏഷ്യയാണ് ഇന്ത്യയാണ്. അങ്ങനെ അവസാനം ഞങ്ങൾ നടന്ന് ബാൽഭവനിലെത്തി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ദൈവമേ എന്തൊരാൾക്കാരായിരുന്നു, ഭയങ്കര വലിയ ക്യൂ. ഇപ്പം ഞാൻ ഇത്രയേ ഉള്ളൂ, ഇതിൻ്റെ ബാക്കിലോട്ട് അങ്ങ് വലിയൊരു ക്യൂ ആണ്. അത് കണ്ടപ്പോഴത്തേനും ഞങ്ങൾക്ക് കയറാൻ തോന്നിയില്ല. അത്രയും ക്യൂ നിന്ന് കയറാൻ ഞങ്ങൾക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അതൊരു ഭയങ്കര ക്യൂ ആയിപ്പോയി ആക്ച്വലി. ഇത്രയും നടന്നു വന്നിട്ട് പിന്നെ അവിടെ ക്യൂ നിന്ന് കയറാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു എന്താ പറയുന്നത്, ഒരു മാനസികാവസ്ഥയില്ലായിരുന്നു, എനിക്കൊരു ശാരീരികാവസ്ഥയില്ലായിരുന്നു. അങ്ങനെയായിരുന്നു. ഞാൻ ഇത്രയും തിരക്കായിരിക്കുമെന്ന് വിചാരിച്ചില്ല, ഇത്രയും തിരക്ക്. പക്ഷെ അന്ന് നമ്മൾ അക്വേറിയത്തിൽ വന്നപ്പോൾ ഇത്രയും തിരക്ക് അവിടെ കണ്ടില്ലല്ലോ. ബാൽഭവൻ പുറത്തുനിന്ന് കാണാൻ ഭയങ്കര ഭംഗിയുണ്ട്. ബാൽഭവൻ യാത്ര പൊട്ടിപ്പോയി. നമ്മുടെ അക്വേറിയം നല്ല ബിൽഡിംഗാണ്, നല്ല കരികല്ലുണ്ടാക്കിയതാണ്. ഓ എനിക്ക് ആ തിരക്കിനകത്ത് നിൽക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. അങ്ങനെ ബാൽഭവൻ പൊട്ടി. ഇനി അടുത്തത് ആർട്ട് ഗാലറി കാണാമെന്ന് വിചാരിച്ചു. ഏതായാലും ഇവിടം വരെ വന്നതല്ലേ. പിന്നെന്തുവാ? ഇൻഡസ്ട്രിയൽ ടെക്നോളജിക്കൽ മ്യൂസിയോ. വാ, എന്തൊരു തിരക്കാണ്. എനിക്ക് ആ ക്യൂ കണ്ടപ്പോൾ തന്നെ അവിടെ ഒരു ഇൻഡസ്ട്രിയൽ ടെക്നോളജിക്കൽ മ്യൂസിയം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു. അവിടെ കയറി കാണാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ ഒരു ലോഡ് പിള്ളേരെയും കൊണ്ട് ഒരു ബസ് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ അതിലും വലിയ ക്യൂ കണ്ടു. സൺഡേ ആണ്, അതാണ് മെയിൻ പ്രശ്നമായിപ്പോൾ. ഇത്രയും തിരക്ക് സൺഡേ ആയതുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിൽ. പിന്നെ ടൂറ് വരുന്നവരും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെയും ഞങ്ങൾ കയറിയില്ല. എനിക്ക് അതിനകത്താണെങ്കിൽ ഒരു കുന്തം ഇതിന് ചുറ്റും നടന്നു വന്നിരിക്കാനുള്ള സ്ഥലം. എവിടെയും പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. ഞങ്ങൾ കബൺ പാർക്കിൽ പോയിരുന്നു, വിശ്രമിക്കാൻ പോവാണ്. സത്യം പറയല്ല, ഇത് എന്താണ് എൻ്റെ യൂസ് ശരിക്കും ഇങ്ങനെയൊക്കെ നടന്ന് ക്ഷണിച്ചിരിക്കും. കാരണം എൻ്റെ ദൈവം, ഈ കബൺ പാർക്കിനകത്ത് ആൾക്കാരേ ഇല്ല. ഇതിന് ചുറ്റിനുമുള്ള മ്യൂസിയത്തിലും ഈ ബാംഗ്ലൂർ മൊത്തം അതിനകത്തുണ്ടോ, ബാൽഭവനിലും. അയ്യോ, ഇന്ന് ഒരു വഴിക്കായി. എൻ്റെ ദൈവമേ, ബാലഭവനിലാണ് ഒരു രക്ഷയില്ലാത്ത. അക്വേറിയത്തിൽ അത്ര ആൾക്കാരില്ലെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ കബൺ പാർക്കിൽ വന്നിരുന്നു. നടന്ന് ക്ഷീണിച്ച്. ഇതുപോലൊരു സൺഡേ, എല്ലാ പ്ലാനുകളും പൊളിഞ്ഞൊരു സൺഡേ. ഭയങ്കര തിരക്കായിപ്പോയി അവിടെ. നമുക്ക് ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല അത്രയും തിരക്കി കയറി ക്യൂ നിന്ന് കയറി എടുക്കാൻ. അപ്പോൾ ഞങ്ങൾക്ക് ആൾക്കാരെ കാണുമ്പോൾ തന്നെ മടിയാകും ക്യൂ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇനി എങ്ങനെയെങ്കിലും എനിക്ക് സത്യം പറഞ്ഞൊന്ന് വീട്ടിലെത്തി കിട്ടിയാൽ മതി. അങ്ങനെ ഈ ആഴ്ച പൊളിഞ്ഞു. കുറേ നടന്നു ഇല്ലേ?
കുറേ നടന്നു. ഈ ബാംഗ്ലൂർ മുഴുവനും ആ ബാലഭവനി വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എന്തുവായിരുന്നു ക്യൂ? ഇനി വല്ല ടൂറാണോ? പിള്ളേരെ മ്യൂസിയത്തിൽ എന്തോ സ്റ്റഡി ടൂറിന്റെ പിള്ളേരാ. അയാൾ ഒറ്റ ഒരാളെ പറ്റിച്ച പരിപാടിയാണ്. ആ ഓട്ടോക്കാരൻ ഒറ്റ ഒരാൾ പറ്റിച്ച പരിപാടിയാണ് ഞങ്ങൾ ഇത്രയും ലേറ്റ് ആക്കിയത്. മാപ്പോ? കഴിഞ്ഞ പ്രാവശ്യം അക്വേറിയത്തിൽ വിടാൻ വന്ന അയാൾ കറക്റ്റ് അക്വേറിയത്തിന്റെ മുന്നിൽ കൊണ്ടിറക്കി. അതിന്റെ തൊട്ടപ്പുറത്താണ് ബാലഭവൻ. ആ അവിടെ കൊണ്ടിറക്കി. അങ്ങനെ ബാലഭവൻ. ഓ ഞാൻ മടുത്ത ഒരു സ്ഥലം ഈ കബൺ പാർക്ക് ആയിരിക്കും. ഏതായാലും വീണ്ടും കുബൺ പാർക്കല്ല, കബൺ പാർക്ക്. എപ്പോഴും പക്ഷെ കുബൺ പാർക്ക് തന്നെ വരത്തുള്ളൂ. എനിക്ക് നല്ല ചായ എഗ് പപ്സും വേണം. എനിക്ക് ചായ എഗ് പപ്സും കിട്ടിയേ പറ്റത്തുള്ളൂ. ശരീരത്തിന് ഏറ്റവും നല്ല വ്യായാമം എന്ന് പറയുന്നത് നടത്തം. ഹെയർ മുതൽ ടോ വരെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾക്ക് പറ്റിയ വ്യായാമമാണ് നടത്തം. അതുകൊണ്ടായിരിക്കും എംബ്രേസ് ചെയ്യണം. സാധാരണ അവസരമാണെങ്കിലും നന്നായി നടന്നല്ലോ. അത് ശരി, തളർന്ന അവസ്ഥയിലാണെങ്കിലും നന്നായി നടന്നല്ലോ. ഓ ഇന്നലത്തെ യാത്ര ഇന്നത്തെ ഇതും കൂടെ എനിക്കങ്ങ് ഒരുമാതിരി മിക്കവാറും അടുത്ത ആഴ്ച പനി പിടിച്ച് ഞാൻ കിടക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. സത്യം പറയാലോ, മൂക്കിന്നും കണ്ണീന്നും ഒക്കെ വെള്ളം ഒലിച്ചുകൊണ്ടിരിക്കുക. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. ആ മൊസാണ്ട കാണാൻ നല്ല ഭംഗിയുണ്ട്. അത് മൊസാണ്ട അല്ല, മൊസാണ്ട ബീച്ചിലറോ പക്ഷെ നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഈ ആ കാണുന്ന അത്ര ഭംഗി ക്യാമറയ്ക്കകത്തോടെ കിട്ടുന്നില്ല. ചെയ്തു ഇനി എവിടെയും പോകുന്നില്ല, തിരിച്ച് വീട്ടിൽ പോവാം. എനിക്ക് പപ്സ് തീരുന്നതിന് മുന്നെങ്കിലും ചെന്ന് പപ്സ് മേടിക്കണമെന്നുണ്ട്. സത്യം പറയാലോ, ഇപ്പം എനിക്ക് ശരിക്കും നല്ല ഒരു ചായ ഒരു എഗ് പപ്സും കഴിക്കണം. നല്ലൊരു ജിഞ്ചർ ടീ ആക്കിയാലോ? ജിഞ്ചർ ടീ എഗ് പപ്സും. ഞാൻ ഇത്രയും പറയുന്നതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് മിക്കവാറും അത് കാണത്തില്ല എന്നുള്ളത്. ദേ ഇത് നമ്മുടെ ചാമരാജേന്ദ്രനാണല്ലോ, ശ്രീ ചാമരാജേന്ദ്ര പാർക്ക്, കബൺ പാർക്ക്. ഞങ്ങളെ പോലെ ബാൽഭവൻ പറ്റിക്കപ്പെട്ട 2 പേരെ കണ്ടു.
ബാലഭവനിൽ പോകാവുന്ന എന്തൊക്കെ പറഞ്ഞാൽ ഈ വിധാൻസൗദയുടെ ഭംഗിയൊന്ന് വേറെ തന്നെ. അങ്ങനെ ഞങ്ങളുടെ കഴിഞ്ഞ സൺഡേയിലെ പ്ലാൻ വിജയകരമായി പൊട്ടിപ്പോയതുകൊണ്ട് എഗ് പപ്സ് തീരുന്നതിന് മുമ്പ് പോയി മേടിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ വീട്ടിൽ വന്ന് വണ്ടി എടുത്തുകൊണ്ട് എഗ് പപ്സ് മേടിക്കാൻ പോവാണ്. പപ്സെങ്കിലും വാങ്ങിക്കണം. അങ്ങനെ ഞങ്ങളുടെ അടുത്ത ഗംഗാ ബേക്കേഴ്സിൽ വന്ന് പപ്സും വാങ്ങിച്ചു. പിന്നെ ദിൽപസന്ത് എന്ന് പറഞ്ഞൊരു സംഭവം, നമ്മുടെ ദിൽഖുഷില്ലേ, പക്ഷേ നമ്മൾ ദിൽഖുഷ് എങ്ങനെയാണ് ഇങ്ങനെ എന്താ പറയുന്നത്, ബണ്ണിനകത്ത് ഇങ്ങനെ സ്വീറ്റായിട്ടൊരു ഫില്ലിങ് വെച്ചല്ലേ, ഇത് അതിന് പകരം നമ്മുടെ പേസ്ട്രിക്കകത്ത് തന്നെ സ്വീറ്റായിട്ടുള്ള ഫില്ലിങ് വെച്ചാണ്. ദിൽഖുഷിന് വരെ അതിൻ്റെ പേര് ദിൽപസന്ത്. അപ്പം അത് കണ്ടപ്പോൾ ഞാൻ ചുമ്മാ അത് വാങ്ങിച്ചു. എനിക്ക് എന്തോ അത് പണ്ട് എനിക്ക് കൊച്ചിൽ എനിക്ക് ദിൽഖുഷ് വലിയ ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോഴത്തേനും എനിക്ക് അതൊന്ന് വാങ്ങിച്ചു നോക്കിയാലോ എന്നുള്ളൊരാഗ്രഹത്തിന് കയറി വാങ്ങിച്ചതാണ്. നല്ലതായിരുന്നു, പക്ഷേ സ്വീറ്റാണ്, പക്ഷെ കുഴപ്പമില്ല, വല്ലപ്പോഴും ഒക്കെ വാങ്ങിച്ച് കഴിക്കാം ഒരു സ്വീറ്റ് ആയിട്ട്. നമുക്ക് ബണ്ണാണ് നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ കണ്ടിരിക്കുന്ന വലിയ ബൺ പോലത്തെ ഒരു സംഭവമാണ് ഇത്. പക്ഷേ പേസ്ട്രിയാണ്, പേസ്ട്രിക്കകത്താണ് സ്വീറ്റായിട്ടുള്ള ഈ ഫില്ലിങ് വെച്ചിരിക്കുന്നത്. ഇത് കഴിച്ചപ്പം പക്ഷേ എനിക്ക് ദിൽഖുഷിനെക്കാട്ടിൽ സ്വീറ്റ്നയുടെ ഒരു ഇത് നമ്മുടെ സ്വീറ്റ്നയില്ലേ അതിൻ്റെ ടേസ്റ്റാണ് എനിക്കത് കഴിച്ചപ്പോൾ തോന്നിയത്. പിന്നെ ഞങ്ങളൊരു അടിപൊളി ജിഞ്ചർ ടീ ഒക്കെ ഇട്ട് ഞങ്ങൾ എന്താ പറയുന്നത് പപ്സും കഴിച്ചിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വ്ളോഗൊന്നും ചെയ്തില്ല. പിന്നെ 2-3 ദിവസത്തേക്ക് എനിക്ക് വയ്യായിരുന്നു, ജലദോഷവും പനിയൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. അതുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു സോ മച്ച്.